ഈ വിയറ്റ്നാം പ്ലാവിലേക്ക് ആകണ്ടില്ല അവിടെ ചക്ക പഴുക്കാനായ ചക്ക വരെ ഇപ്പം ഉണ്ട്. വിയറ്റ്നാമിൻ്റെ പ്ലാവിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണത്. ഈ പ്ലാവിന് എന്താ പറഞ്ഞാൽ ഇത് വേറെ ഒന്നും കൂടി നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ഓണം ചിങ്ങമാസത്തിൽ ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ നിന്ന് പഴുത്ത ചക്ക എടുത്തതാണ്. വീണ്ടും ഇപ്പം ഇതിൻ്റെ മുകളിൽ ചക്ക ഉണ്ടായി. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ വലിയൊരു സമയങ്ങളിലൊന്നും മാറി നിന്നിട്ടില്ല. ചക്ക ഏത് സമയത്തും ചക്ക ഈ പ്ലാവിൻ്റെ മുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലൊരു പ്ലാവ് ഒരു വീട്ടുമുറ്റത്ത് സെറ്റ് ചെയ്താൽ എല്ലാ കാലങ്ങളിലും ചക്ക ഉണ്ടാവുന്നൊരു പ്ലാവ്, നമ്മളെ കുട്ടികളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം ആയിരിക്കും അത്. എപ്പോഴും ചക്ക ഉണ്ടാവുന്നൊരു പ്ലാവ്. ഇപ്പോൾ ഇവിടെ തന്നെ പല ആളുകളും വരാറുണ്ട്. വിദേശത്തു നിന്നൊക്കെ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ ഇവിടെ എത്തിപ്പെടുമ്പോൾ അല്ലെങ്കിൽ വിദേശത്ത് കൊടുത്തയക്കാനൊക്കെ ഒരു വിയറ്റ്നാമിൻ്റെ ചക്ക തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇവിടെ വരുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്കുണ്ട്. അതായത് ഇവിടെ വിയറ്റ്നാം പ്ലാവിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ചക്ക ഉണ്ടാവും. അതിപ്പോൾ ഞങ്ങൾക്കറിയാം എവിടേക്കാണ് ചക്ക ഉള്ളതെന്ന്. ഇന്ന സ്ഥലത്ത് പോയാൽ ഞങ്ങൾക്കൊരു ചക്ക കിട്ടും, ഞങ്ങൾ വിളിച്ച് പറയാം എന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടി ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ വിയറ്റ്നാം പ്ലാവിൻ്റെ മുകളിൽ എല്ലാ കാലങ്ങളിലും അപൂർവമായിട്ട് ചക്കയുണ്ട്. അത് ആ സ്ഥാനത്ത് ഓൾ സീസൺ തീർത്ത് പറയാൻ പറ്റില്ല. അത് ഒരു 10-50 പ്ലാവുള്ള ആൾക്ക് എപ്പോഴും ഓൾ സീസൺ എന്ന് പറഞ്ഞ് ചക്ക കൊടുക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഇത് തോട്ടം ചെയ്ത ആളുകളിലൊക്കെ തന്നെ എല്ലാ കാലങ്ങളിലും ചക്കയുണ്ട്. ചക്ക ഇല്ലാത്തൊരു സമയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചക്ക വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും വീട്ടിൽ നിന്നൊരു ചക്ക എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ ഈ പ്ലാവ് കൊണ്ട് കഴിയും. ഇത് ഇപ്പോഴും നിൽക്കുന്ന കവറിലാണ്. ഇതിൻ്റെ മുകളിൽ കണ്ടേ ഇരുമ്പിൻ്റെ കമ്പും കയാലൊക്കെ കൊടുത്ത് നിർത്തിയെന്ന് പറഞ്ഞാൽ ഇപ്പോഴും നിൽക്കുന്ന ഇത് കവറിലാണ്. ഈ പ്ലാവ് പൊതുവേ ഭൂമി നിരപ്പിന്ന് പൊന്തി നിൽക്കുമ്പോൾ കൂടുതൽ ചക്ക ഉണ്ടാകുന്നതും നന്നായിട്ട് ചക്ക ഉണ്ടാവുന്നതും കാണാൻ കഴിയുന്നുണ്ട്. ഒരു വർഷം കൊണ്ട് തന്നെ ഇത് കായ്ക്കും എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു വർഷം കൊണ്ട് കായ്ക്കും. ഇപ്പോൾ കായുള്ള പ്ലാവ് ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ. 1000 രൂപയ്ക്ക് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന 750 രൂപയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൽ പലതിലും ചക്ക ഉണ്ട്. ചക്കയുള്ള പ്ലാവും പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിയും. അതുമാത്രമല്ല കർഷകർക്ക് ആവശ്യമുള്ളതെല്ലാം സെറ്റ് ചെയ്ത് ഒരു സ്ഥാപനമാണ് പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രം. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാവ് മാത്രം പ്രതീക്ഷിച്ചല്ല, എന്ത് വേണമെങ്കിലും ഞങ്ങൾ ഇവിടെ വന്ന് എടുത്തു കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങളെങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതിന് ഇതൊക്കെ കണ്ടില്ലേ, ഇടിച്ചക്കൊക്കെ പാകമായി നിൽക്കുന്ന ചക്കകൾ. ഇതിൻ്റെ മുകളിൽ നിന്ന് കുറേ മുഴുവൻ ചക്കയും ഇങ്ങനെ വെക്കല്ല ഇത് വേണ്ടത്. കുറച്ചൊക്കെ വലിയ ചക്ക വെച്ചിട്ട് ബാക്കിയൊക്കെ ഇടിച്ചക്കൊക്കെ എടുത്ത് പോകണം. ഇതിന് കവറൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ കഴിയും. അങ്ങനെയാണ് ഈ ചക്കനെ കൊണ്ടുവരേണ്ടത്. നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഏറ്റവും കൂടുതൽ ചക്ക ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്ലാവ് കൂടിയാണ്. വളരെ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോവുകയാണെങ്കിൽ നന്നായിട്ട് ചക്ക ഉണ്ടാക്കിയെടുക്കുക. പിന്നെ പൊതുവേ പ്ലാവിൻ്റെ ഉയരം കുറച്ച് ക്രമീകരിച്ച് നിർത്തുക. നമുക്ക് തന്നെ കൈകൊണ്ട് ചക്കകൾ പറിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട്. മോൾ ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നന്നാ എവിടെയെങ്കിലും കൊണ്ടുപോയി കട്ട് ചെയ്ത് കണ്ട് പ്ലാവിനെ നാശാക്കരുത്. അതിന് ഫംഗസ് വരാത്ത രീതിയിൽ കുറച്ച് തുരിശും കുമ്മായത്തിൻ്റെയും ഫൈറ്റോലാനാവിലെ ഏതെങ്കിലും മരുന്നൊന്ന് തേച്ച് കൊടുത്തിട്ട് അവിടെ ഇട്ടാൽ ഒരു കേടുമില്ലാതെ തന്നെ അതിനെ റൗണ്ട് ചെയ്ത് നല്ല പ്ലാവാക്കി കൊണ്ടുവരാൻ. ആ ഒരു കമ്പുമ്പോൾ കണ്ടില്ലേ ഒരുപാട് ചക്കകളുണ്ട് കേട്ടോ. അതിനുള്ള അവിടെ ഒരു ചക്ക, അത് ചക്ക, ഇവിടെയൊക്കെ ചക്കകളാണ്, നിറയെ ചക്കയാണ്. ആ കമ്പിൻ്റെ മുകളിൽ ഒരുപാട് ചക്കയുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇതിനെ കൊണ്ടുപോകാൻ കഴിയും. ഒരു പ്ലാവ് ഉണ്ടെങ്കിലും നമ്മളെ വീട്ടാവശ്യത്തിനുള്ള ചക്ക എടുക്കാൻ കഴിയും. ആരെങ്കിലും വീട്ടിലേക്ക് വന്നാൽ നല്ല രീതിയിൽ തന്നെ അവർക്കൊരു പലഹാരം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന സാധനമായിരിക്കും ഈ ചക്ക. അത്രയും രുചികരമാണ് ഈ സാധനം. നമ്മളൊരു ചക്ക എടുത്തുകൊണ്ട് അതിൻ്റെ ചുളയെടുത്ത് കൊടുക്കുന്ന പോലെയല്ല. ഇത് കഴിച്ച ഒരാളും ഇത് മാറിപ്പോകില്ല. ഇത് പിന്നീട് ഇത് തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം വരും. ഈ പ്ലാവ് കൊടുക്കൽ തുടങ്ങിയത് മുതൽക്ക് ഒരു 5000 പ്ലാവ് ശരാശരിയിൽ നമ്മൾ വിതരണം ചെയ്ത് പോകേണ്ട ഒരു വർഷം. ഇപ്പോൾ ആ കണക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു 50,000-ഓളം പ്ലാവിൻ തൈകൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞ ഒരു സ്ഥാപനമാണ്. ഈ പ്ലാവ് നടുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ട്. 1 മീറ്റർ സമചതുര കുഴി എടുക്കുക. 1 മീറ്റർ സമചതുര കുഴി എടുത്തിട്ട് അതിൽ നന്നായിട്ട് കമ്പോസ്റ്റ് വളം എല്ലാം കൂട്ടി യോജിപ്പിച്ച് ആ കുഴി നിറയ്ക്കുക. ആ കുഴി മൂടിയിട്ട് ശരിക്കും പുതിയൊരു കുഴി എടുത്തു കഴിഞ്ഞാൽ ആ മണ്ണിടുമ്പോൾ കുറച്ചുകൂടി മുകളിലേക്ക് മണ്ണ് വരും. ആ കുഴീൻ്റെ മുകളിലേക്ക് വരും. ആ മണ്ണ് പോലെ നമ്മൾ ഒഴിവാക്കേണ്ടില്ല. അതിൽ വളമൊക്കെ മിക്സ് ചെയ്ത് നന്നായിട്ട് ചേർത്തതിന് ശേഷം ഒരു പ്ലാവിനെ അതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ തയ്യന നടുകയാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് അതിന് ചക്ക വരും. ഒരു വർഷം ഫസ്റ്റിലോ ഒന്നാമത്തെ വർഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ചക്കനെ ഒഴിവാക്കാം. ചക്ക എന്തായാലും ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. ആ ചക്കനെ ഒഴിവാക്കിയാൽ അത് പിറ്റേത്തെ കൊല്ലത്തേക്ക് നിറയെ ചക്ക ഉണ്ടാവുന്ന നല്ലൊരു പ്ലാവായിട്ട് നിറഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ആ രീതിയിലാണ് ഇതിനെ ചെയ്യേണ്ടത്. വളമൊക്കെ നന്നായിട്ട് കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ ചെയ്യാം. ഇത് പ്ലാവിന് മാത്രമല്ല കേട്ടോ, ഒരുവിധം പഴവർഗ്ഗങ്ങൾക്കൊക്കെ തന്നെ ഭൂമി നിരപ്പിൽ പൊന്തി നിൽക്കുന്ന രീതിയിൽ നടുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ചക്കകൾ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ കഴിയുന്നത്. ചക്ക എന്നുള്ളതല്ല, എല്ലാ പഴങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടാൻ കഴിയുന്നത്. അത് മാവിനാണെങ്കിലും ബാക്കി എല്ലാ സാധനവും നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയും. ഒരു മാവ് ഒരു കവറിൽ വെച്ചാൽ അല്ലെങ്കിൽ ഒരു പ്ലാവ് ഒരു കവറിൽ വെച്ചാൽ ഒരു വർഷം ആകുമ്പോഴേക്കും നമ്മൾ ചക്ക ഉണ്ടായിരിക്കും. അതാണ് മണ്ണിൽ വെച്ചാൽ കുറച്ചും കൂടി അതിൻ്റെ വേരോട്ടൊക്കെ വരുന്ന വളർച്ചയൊക്കെ വന്നിട്ട് തന്നെ ഇതിൽ മാങ്ങയിലേക്കും ചക്കയിലേക്കൊക്കെ നമ്മൾ കാണുന്നുള്ളൂ. ആ മോൾ ഭാഗത്ത് വെക്കുക. ഭൂമിയിൽ ശരിക്കും വേര് പടർന്ന് കയറി പോയിക്കോളും.
നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നടൽ സമ്പ്രദായമാണത്. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിശദമായ രേഖകളൊക്കെ തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളത് കൂടുതൽ തൈകളൊക്കെ വാങ്ങിപ്പോകുന്ന ആളുകൾക്ക് അതിൻ്റെ അതെങ്ങനെ നടണമെന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടാവാക്കത്തക്ക രീതിയിൽ തന്നെ ഇടപെടൽ നടത്തിക്കൊണ്ടാണ് പോകാറുള്ളത്. അതിൻ്റെ ഒരു ചെറിയ ബുക്കൊക്കെ ഇവിടെ ഉണ്ട്, അത് കൊടുത്തു വിടാറുണ്ട് അവർക്ക്. ആർക്കെങ്കിലും പ്ലാവിൻ്റെ തൈ വേണമെങ്കിൽ പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിൻ്റെ നമ്പറാണ് 94 97 660 440. ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും കിട്ടും. നിങ്ങൾക്ക് ഈ സാധനം കൊണ്ടുപോകാൻ കഴിയും.